നമസ്കാരം, A1 ന്യൂസിലേക്ക് സ്വാഗതം. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പുളിങ്ങോം ആറാട്ടുകടവിലെ പാവങ്ങളുടെ ദുരിതപൂർണമായ ജീവിതം കേട്ടറിഞ്ഞ് ചെറുപുഴ സ്റ്റേഷൻ SHO TP ദിനേശിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പ്രദേശവാസികൾക്കുള്ള വിനോദോപാധിയായ TV സമർപ്പിക്കാൻ പ്രദേശത്തെത്തിയപ്പോൾ പയ്യന്നൂർ DYSP ഉമേഷ് സാർ ഒപ്പം ഉണ്ടായിരുന്നു. അവിചാരിതമായാണ് അദ്ദേഹം 7ാം ക്ലാസ്സുകാരനായ ആ ബാലനെ കണ്ടത്. മാതാവ് നഷ്ടപ്പെട്ട ആ ബാലന്റെ ദുരിതപൂർണമായ കഥകൾ നെഞ്ചുരുകുന്ന വേദനയോടെയാണ് അക്ഷമനായി കേട്ടറിഞ്ഞത്. നിശ്ചയദാർഢ്യത്തോടെ അവനെ ചേർത്ത് പിടിച്ച് സഹായഹസ്തം നീട്ടി. മഴക്കാലമായാൽ 7ാം ക്ലാസ്സുകാരനായ ആ കുട്ടി പുഴ നീന്തിക്കടന്ന് സ്കൂളിലെത്തുകയും ഭക്ഷണത്തിനുള്ള നെട്ടോട്ടവും താമസ സൗകര്യം ഇല്ലായ്മയും ഇടിമിന്നൽ പിണർ പോലെയാണ് ഉമേഷ് സാറിന്റെ ഹൃദയത്തിൽ കുറിച്ചത്. കാക്കിക്കുള്ളിലെ ആ വിങ്ങലിന്റെ വേദന ഉള്ളിലൊതുക്കി ആ ബാലന് ആവുന്നത്ര പഠനത്തിനും വിശപ്പറിയാതെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ തന്നാൽ കഴിയുന്നത് എന്തും ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഒപ്പമുള്ള ഉദ്യോഗസ്ഥരോട് ആ നിമിഷം തന്നെ അടിയന്തരമായി കുട്ടിയെ സംരക്ഷിക്കുവാനുള്ള ഒരു നടപടിയെടുക്കുന്നതിന് ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത്. ഇതിന്റെ ഫലമായി വിദ്യാഭ്യാസത്തിനും ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിനുമുള്ള മുഴുവൻ സൗകര്യങ്ങളും ഏർപ്പെടുത്തുവാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു. പോലീസ് ജനങ്ങളാൽ വെറുക്കപ്പെടേണ്ടവരല്ല, മറിച്ച് ജനങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സഹായഹസ്തം നീട്ടി അക്ഷീണം പ്രവർത്തിക്കുന്നവരാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആറാട്ടുകടവിൽ നിന്നും പോലീസ് സംഘം മടങ്ങിയത്. നിയമപാലകർ എന്തിനും ഏതിനും നമ്മോടൊപ്പമുണ്ട്. നന്മക്കായി നാം പോരാടുക. ആദ്യം എന്ത് വേണം? അപ്പൊ നിനക്ക് നോക്ക്, നീ വിചാരിച്ചാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാച്ചറ പണി എന്താ പറയാ, ഞാൻ പോകില്ല. അപ്പൊ അതിന് പകരം ഒരു പണി കിട്ടിയ ഞാൻ പോകുന്നുണ്ടെങ്കിൽ എന്തായി? അപ്പൊ നമുക്ക് എന്തായാലും നീ പണിക്ക് പോയി. അപ്പൊ എന്തെങ്കിലും മക്കളും ബാക്കിയുടെ കുടുംബം വരുമ്പോൾ അവർ ചെയ്ത് മാറ്റാൻ പറ്റും. അല്ലാണ്ട് ഒരു മാറ്റം ഒറ്റയ്ക്ക് മാറ്റാൻ വരാൻ പറ്റില്ല. കുറേശ്ശെ മാറ്റാൻ പറ്റുമ്പോൾ സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചെറുപുഴ CI ദിനേശൻ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഓഫീസറാണ്. ദിനേശനാണ് ഇവിടുത്തെ പ്രശ്നം ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തിയത്. ഇവിടെ കുറച്ച് വീടുകളുണ്ട് റോഡിനുള്ളിൽ, അവർക്ക് TV സൗകര്യങ്ങളൊന്നുമില്ല. അവരുടെ ദിനേശൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഒരു TV അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സാർ കൂടി വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. അത് കോളനി വിസിറ്റിൻ്റെ ഭാഗം കൂടിയായി. ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്തപ്പോൾ നല്ല മഴയത്താണ് ഞങ്ങൾ വന്നത്. അപ്പം നല്ല പുഴയൊക്കെ കുത്തിയൊലിച്ചു പോകുന്ന പുഴ. അതിനടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ആ ഒരു വീട്ടിൽ നിന്ന് ചെറിയൊരു രണ്ട് കണ്ണുകൾ ഞങ്ങളങ്ങ് നോക്കിയാണ് ഒളിച്ചു നിൽക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അവനെ അടുത്ത് വിളിച്ചപ്പോൾ അവൻ്റെ പേര് നന്ദു എന്ന് പറഞ്ഞു. അവനിങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ഇതാണ്. പക്ഷേ പുഴയൊക്കെ നീന്തി കിടന്ന് പോകേണ്ട ഇതുള്ളത് കൊണ്ട് അവൻ അവിടുന്ന് മാറാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. ഞങ്ങൾ സംസാരിച്ചു. എനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു മോനാണ്. അവൻ നമ്മുടെ പ്രീമെട്രിക് ഹോസ്റ്റലിലേക്ക് മാറ്റിയിട്ട് അവനെ അവിടെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ആക്കാൻ വേണ്ടി നമ്മൾ ഇതാക്കുകയാണ്. അവനോട് പറഞ്ഞിട്ടുണ്ട്. അവനും തയ്യാറാന്ന് പറഞ്ഞു. അവൻ്റെ കുടുംബത്തോട് സംസാരിച്ചത് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി ഇതിന് രക്ഷപ്പെട്ടു പോയിരുന്ന രീതിയിലേക്ക് വരണം. അതിനുള്ള ഒരു ഇത് വീട്ടുകാരും എല്ലാവരും സന്തോഷത്തിലാണ്. അവന് ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഒരു ഇടപെടൽ ഞങ്ങൾ പോലീസും ജനങ്ങളും ഒക്കെ കൂടിയുള്ള ഇടപെടലിലൂടെ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ തുടക്കമാവട്ടെ. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.